ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്നത് ബാംഗ്ലൂർ. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കാനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ഒരുക്കുന്ന പദ്ധതി ഏത്? മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കാനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ഒരുക്കുന്ന പദ്ധതി ഏത്? തീരമൈത്രി എന്ന പദ്ധതിയാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി മാറ്റാനുള്ള പദ്ധതി തീരമൈത്രിയാണ്. ഇനി ഒരു പദ്ധതി കൂടിയുണ്ട്, പ്രതിഭാതീരം. അത് കുട്ടികളുടെ തീരപ്രദേശ മേഖലയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാതീരം. അതായത് മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ തീരദേശ മേഖലയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാതീരം. ഇതെന്താണ്? തീരമൈത്രി. സംരംഭകരാക്കാൻ, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കാൻ ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ നൽകുന്ന പദ്ധതിയാണ് തീരമൈത്രി എന്നറിയപ്പെടുന്നത്. മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഏതൊക്കെയാണ്? മണ്ണ്, ജല സംരക്ഷണം, ശുചിത്വമുണ്ട്, മാലിന്യ സംസ്കരണമുണ്ട്, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഹരിത കേരളം മിഷൻ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയായത്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയായത് ആരാണ്? ഹാൻ കാങ് ആണ് അല്ലേ? ഹാൻ കാങ് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ കാങ് ആണ് 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത്. ഇനി 2023 ആർക്കായിരുന്നു? ജോൺ ഫോസയ്ക്കായിരുന്നു. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ജോൺ ഫോസയ്ക്കായിരുന്നു. 2024 ഹാൻ കാങ്ങിന് ലഭിച്ചത്. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ കാങ്ങിന് 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം സാക്ഷി മാലിക് ആണ്. ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം. 2016 ഒളിമ്പിക്സിലാണ് ഇവർക്ക് വെങ്കല മെഡൽ ലഭിക്കുന്നത്. സാക്ഷി മാലിക്കിന് വെങ്കല മെഡൽ ലഭിക്കുന്നത് 2016 റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലാണ് ഇവർ വെങ്കല മെഡൽ ലഭിച്ചത്. 58 കിലോഗ്രാമിൻ്റെ ഗുസ്തിയിലാണ് ഇവർക്ക് വെങ്കലം ലഭിച്ചത്. സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ്. സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ്. 2024 സരസ്വതി സമ്മാനിന് അർഹനായത്. 2024 സരസ്വതി സമ്മാൻ നേടിയത് ആരായിരുന്നു? പ്രഭാവർമ്മയായിരുന്നു. 2024 സരസ്വതി സമ്മാനിന് അർഹനായത്. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കായിരുന്നു? രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്. ഇനി 2023 ആർക്കായിരുന്നു സരസ്വതി സമ്മാൻ ലഭിച്ചത്? ശിവശങ്കരിക്കായിരുന്നു. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത്. അവരുടെ ഏത് കൃതിക്കായിരുന്നു? സൂര്യവംശം എന്ന ഓർമ്മക്കുറിപ്പിനാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്. 2024 പ്രഭാവർമ്മയ്ക്കാണ് രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്.
ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ISROയുടെ പദ്ധതിയാണ്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ISROയുടെ പദ്ധതിയാണ് ചന്ദ്രയാൻ 4. രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് PS വാത്സല്യ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസറാണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസർ കൈരളി. 2023 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം. പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. 2023 മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. ഇനി വനിതാ താരം ഏതാണ്? വനിതാ താരം ഐറ്റീന ബോൺമാറ്റിക്കാണ് ഫിഫ ദ ബെസ്റ്റ് വനിതാ താരം എന്ന പുരസ്കാരം ലഭിച്ചത് ഐറ്റീന ബോൺമാറ്റി. സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. നൂൻമതി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ്? ആസാമിലാണ് നൂൻമതി എണ്ണ ശുദ്ധീകരണശാല. ഇന്ത്യയിലെ ആദ്യത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഡാർക്ക് സ്കൈ റിസർവ് ആണ്. സ്കൈ റിസർവ് എന്നാണ് രാത്രി വാന നിരീക്ഷണ കേന്ദ്രം അറിയപ്പെടുന്നത്. ഡാർക്ക് സ്കൈ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലഡാക്കിലെ ഹാൻലേയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഡാർക്ക് സ്കൈ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഹാൻലേയിലാണ്. രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. ചരക്ക് സേവന നികുതി അഥവാ GST നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി. 101-ാം ഭേദഗതി. ഇന്ത്യയിലെ ആദ്യ റോബോ പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ് ഇന്ത്യയിലെ ആദ്യ റോബോ പാർക്ക് സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ ചീറ്റപ്പുലികളെ പുനരധിവസിപ്പിച്ച വനപ്രദേശം ഏത്? ഏതാണ്? കുനോ ദേശീയോദ്യാനമാണ്. അതെവിടെയാണ്? മധ്യപ്രദേശിലാണ് കുനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. പ്രതിവാര നറുക്കെടുപ്പുള്ള കേരള സംസ്ഥാന ലോട്ടറികളിൽ ഏറ്റവും ഉയർന്ന ഒന്നാം സമ്മാന തുകയുള്ള ലോട്ടറി ഏത്? 50-50 ആണ് ഏറ്റവും ഉയർന്ന ഒന്നാം സമ്മാന തുകയുള്ള ലോട്ടറി. കാൻഫെഡിൻ്റെ പ്രവർത്തനം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അനൗപചാരിക വിദ്യാഭ്യാസം എന്ന മേഖലയുമായി ബന്ധപ്പെട്ടതാണ് കാൻഫെഡിൻ്റെ പ്രവർത്തനം അനൗപചാരിക വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് 1997 ജൂൺ 30 പ്രവർത്തനം ആരംഭിച്ചത്. രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 1997 ജൂൺ 30 ഇതിൻ്റെ നേതൃത്വം വഹിച്ചത് ആരാണ്? PN പണിക്കറാണ് ഇതിൻ്റെ നേതൃത്വം വഹിച്ചത്. PN പണിക്കർ. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള അസോസിയേഷൻ ഫോർ
നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇത് എന്തുമായി ബന്ധപ്പെട്ട മേഖലയാണ്? കാൻഫെഡ് എന്ന് പറയുന്നത് അനൗപചാരിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേഖലയാണ്. നേതൃത്വം നൽകിയത് PN പണിക്കർ. ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 1997 ജൂൺ 30-നാണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഫുൾ ഫോം. 2024 എത്ര പേർക്കാണ് ഭാരതരത്ന ബഹുമതി ലഭിച്ചത്? 2024 എത്ര പേർക്കാണ് ഭാരതരത്ന ബഹുമതി ലഭിച്ചത്? 5 പേർക്കാണ്. 2024 എത്ര പേർക്കാണ് ലഭിച്ചത്? 5 പേർക്കാണ് ഭാരതരത്ന ബഹുമതി ലഭിച്ചത്. ആർക്കൊക്കെയാണ്? കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി, കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി, PV നരസിംഹ റാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. ഇതിൽ ആരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്? LK അദ്വാനി മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന ലഭിച്ചത്. ആദ്യമായിട്ടാണ് 5 പേർക്ക്, അതായത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വർഷം തന്നെ 5 പേർക്ക് ഭാരതരത്ന ലഭിച്ചത്. ISSR കാവേരി എന്നത് ഏത് സുഗന്ധ വിളയുടെ പുതിയ ഇനമാണ്? ISSR കാവേരി എന്നത് ഏത് സുഗന്ധ വിളയുടെ പുതിയ ഇനമാണ്? ഏലത്തിൻ്റെ പുതിയ ഇനമാണ് ISSR കാവേരി. ഇനി ഏതാണ്? IISR മനുശ്രീ. IISR മനുശ്രീ എന്നതും ഏലത്തിൻ്റെ തന്നെ പുതിയൊരു ഇനമാണ്. IISR മനുശ്രീ ഏലത്തിൻ്റെ പുതിയ ഒരു ഇനം തന്നെയാണ്. ഇനി മറ്റൊരു പുതിയ ഇനം ജാതിയാണ്. IISR കേരളശ്രീ. IISR കേരളശ്രീ എന്ന് പറയുന്നത് ജാതിയുടെ പുതിയ ഇനമാണ്. ഇനി RF 290 എന്തിൻ്റെയാണ്? പെരിഞ്ജീരകം. പുതിയ ഇനം പെരിഞ്ജീരകമാണ് RF 290. ഇനി ഗുജറാത്ത് അജ്വൈൻ 3 എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? അയമോദകം. പുതിയ തരം അയമോദകമാണ് ഗുജറാത്ത് അജ്വൈൻ 3 എന്ന് പറയുന്നത്. ഗുജറാത്ത് അജ്വൈൻ 3. ഇനി അടുത്തത് എന്താ? IISR അമൃത്. IISR അമൃത് എന്ന് പറയുന്നത് മാങ്ങ ഇഞ്ചിയാണ്. പുതിയ ഇനം മാങ്ങ ഇഞ്ചിയാണ് IISR അമൃത്. നമുക്കൊന്നുകൂടി നോക്കാം. IISR കാവേരി എന്ന് പറയുന്നത് പുതിയ ഇനം ഏലം തന്നെയാണ്. IISR മനുശ്രീ എന്നതും ഏലത്തിൻ്റെ മറ്റൊരു ഇനമാണ്. ഇനി വരുന്നത് ജാതി ഇനമാണ്. IISR കേരളശ്രീ. പെരിഞ്ജീരകം ഇനമാണ് RF 290. എന്താണ്? പെരിഞ്ജീരകം. ഗുജറാത്ത് അജ്വൈൻ 3 എന്ന് പറയുന്നത് അയമോദകമാണ്. ഗുജറാത്ത് അജ്വൈൻ 3 എന്ന് പറയുന്നത് പുതിയ ഇനം അയമോദകമാണ്. IISR അമൃത് എന്ന് പറയുന്നത് പുതിയ ഇനം മാങ്ങ ഇഞ്ചിയാണ്. IISR അമൃത് പുതിയ ഇനം മാങ്ങ ഇഞ്ചിയാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത്? ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്? തെക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇനി ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? തെക്കേ അമേരിക്ക, ആഫ്രിക്ക,
ആഫ്രിക്ക, ഏഷ്യ എന്നീ രാജ്യങ്ങളാണ് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലുമായി സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡങ്ങൾ. ഇനി ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഭൂമിയുടെ 2, അതായത് ഉത്തരാർദ്ധഗോളം എന്ന് പറഞ്ഞാൽ ഇത്, ദക്ഷിണാർദ്ധഗോളം എന്ന് പറഞ്ഞാൽ ഇത്, ഈ 2 ഗോളത്തിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ഏതൊക്കെ? തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ. തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ 3 കോണ്ടിനെൻറ്റുകൾ എന്നീ 3 ഭൂഖണ്ഡങ്ങളുമാണ് ഈ 2 ഹെമിസ്ഫിയർ, അതായത് എന്താ പറയുക, അർദ്ധഗോളങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നത്. അതിലേറ്റവും വലിയ രാജ്യം ഏതാണ്? ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ എന്ന് പറയുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ആസ്ട്രേലിയയാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ രാജ്യം ആസ്ട്രേലിയയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ്? 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിലുള്ളത്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വടക്കേ അതിർത്തി ഏതാ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തി ഏതാണ്? ഹിമാലയമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തി ഹിമാലയം. ഇനി തെക്ക് എന്താണ്? തെക്കേ അതിർത്തി ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രമാണ് തെക്കേ അതിർത്തി. തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രം. ഇനി വടക്ക് പടിഞ്ഞാറ് അതിർത്തി ഏതാണ്? വടക്ക് പടിഞ്ഞാറ് ഹിന്ദുകുഷ് പർവ്വതനിര. ഹിന്ദുകുഷ് പർവ്വതനിര. വടക്ക് കിഴക്ക് അതിർത്തി എന്താണ്? വടക്ക് കിഴക്ക് പൂർവാചൽ. വടക്ക് കിഴക്ക് പൂർവാചൽ. തെക്ക് പടിഞ്ഞാറ് എന്താണ്? തെക്ക് പടിഞ്ഞാറായിട്ട് കിടക്കുന്നത് എന്താ? അറബിക്കടലാണ് തെക്ക് പടിഞ്ഞാറ്. ഇനി തെക്ക് കിഴക്ക് എന്താണ്? തെക്ക് കിഴക്ക് എന്താണ്? ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം 30 ഡിഗ്രിയുടെ ഡിഫറൻസ് ആണുള്ളത്. വടക്കേ അതിർത്തി ഏതാണ്? വടക്കേതാണ്? ഹിമാലയമാണ്. തെക്കേതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. തെക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. വടക്ക് പടിഞ്ഞാറേ അതിർത്തി ഏതാണ്? വടക്ക് പടിഞ്ഞാറേ അതിർത്തി ഹിന്ദുകുഷാണ്. വടക്ക് പടിഞ്ഞാറേ അതിർത്തിയാണ് ഹിന്ദുകുഷ് വരുന്നത്. ഇനി വടക്ക് കിഴക്കേ അതിർത്തി ഏതാണ് വരുന്നത്? പൂർവാചൽ. വടക്ക് കിഴക്കേ അതിർത്തി വരുന്നത് പൂർവാചലാണ്. വടക്ക് കിഴക്കേ അതിർത്തി വരുന്നത് പൂർവാചൽ. ഇനി തെക്ക് പടിഞ്ഞാറ് എന്താണ് വരുന്നത്? തെക്ക് പടിഞ്ഞാറ് വരുന്നത് അറബിക്കടൽ, അല്ലേ? അറബിക്കടലാണ്. തെക്ക് പടിഞ്ഞാറ് വരുന്നത് അറബിക്കടൽ. ഇനി തെക്ക് കിഴക്ക് വരുന്നത് എന്താണ്? ബംഗാൾ ഉൾക്കടൽ. തെക്ക് കിഴക്ക് വരുന്നത് ബംഗാൾ ഉൾക്കടൽ. വടക്ക് വരുന്നത് ഹിമാലയം, തെക്ക് വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രം. വടക്ക് ഹിമാലയം വരുന്നു, തെക്ക് വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ. 30 ഡിഗ്രി വ്യത്യാസമാണുള്ളത്, അത് ഓർമ്മിച്ച് വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഉത്തര മഹാസമതലത്തിനും തീരസമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ഏതിനിടയിലാണ്? ഉത്തര മഹാസമതലത്തിനും
ഉത്തര മഹാസമതലത്തിനും തീര സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ്. അവിടെ ഏറ്റവും ഉയരം കൂടിയ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്കു ശേഷം പെയ്യുന്ന മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉച്ചലിത വൃഷ്ടിയും സംവഹന വൃഷ്ടിയും ശരിയാണ്. പക്ഷെ PSC കൊടുത്ത ആൻസർ ഉച്ചലിത വൃഷ്ടിയാണ്. ഉച്ചലിത വൃഷ്ടി. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉച്ചലിത വൃഷ്ടി.